വിഷരഹിത പച്ചക്കറി എന്ന മുദ്രാവാക്യവുമായി എറണാകുളം കോതമംഗലത്ത് പ്രവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മട്ടുപ്പാവ് കൃഷി ആരംഭിച്ചു. 5000 സ്ക്വയർ ഫീറ്റ് സ്ഥലത്താണ് പ്രവാസി സുഹൃത്തുക്കൾ ചേർന്ന് പച്ചക്കറികളും ഫലവൃക്ഷങ്ങളും നട്ടുപിടിപ്പിക്കുന്നത്. കോതമംഗലത്ത് തങ്കളം ബൈപ്പാസിലുള്ള ലാക്കാസ റെസിഡൻസിയുടെ മട്ടുപ്പാവിലാണ് പ്രവാസി കൂട്ടായ്മ അംഗങ്ങൾ കൃഷി ആരംഭിച്ചിട്ടുള്ളത്. എല്ലാവിധ പച്ചക്കറികളും ഫലവൃക്ഷങ്ങളും നട്ടുവളർത്താനുള്ള ഒരുക്കങ്ങൾ ഇവിടെ പൂർത്തിയായി കഴിഞ്ഞു. പച്ചക്കറികളുടെ നടിയിൽ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു. പ്രവാസി കൂട്ടായ്മ നേതാവും ലാക്കാസ റെസിഡൻസി MD-യുമായ MU അഷറഫാണ് കൃഷി പരിപാലനത്തിന് നേതൃത്വം നൽകുന്നത്. ഗ്രോ ബാഗുകളിലും ഡ്രമ്മുകളിലുമായാണ് വഴുതന, പയർ, പാവൽ, മുളക്, തക്കാളി, വെണ്ട, മാവ്, പ്ലാവ്, റംബൂട്ടാൻ തുടങ്ങിയവ നട്ടുവളർത്തുന്നത്. കൃഷി വിവിധ മേഖലകളിൽ കൂടി വ്യാപിപ്പിക്കുമെന്നും കൂടുതൽ പേർ ഈ രംഗത്തേക്ക് കടന്നു വരണമെന്നാണ് ആഗ്രഹമെന്നും അഷറഫ് പറഞ്ഞു. പൊതുരംഗത്ത് നിൽക്കുന്ന ആളുകൾ എന്ന നിലയ്ക്ക് ഞങ്ങൾ പ്രവാസി കൂട്ടായ്മ രൂപീകരിച്ചുകൊണ്ട് ഇതിനെ കൂടുതൽ സജീവമാക്കാൻ വേണ്ടി മറ്റ് മേഖലകളിലേക്ക് കൂടി ഇത്തരം ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള നിലയ്ക്ക് പൊതുസമൂഹത്തിന് കൂടി നല്ലൊരു മെസ്സേജ് കൊടുക്കുക എന്നുള്ളത് കൂടിയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കോതമംഗലം കൃഷി ഓഫീസിന്റെ സഹായത്തോടെയാണ് മട്ടുപ്പാവ് കൃഷി നടത്തുന്നത്. FID ചെയർമാൻ R. അനിൽകുമാർ കൃഷിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ സ്ഥാപനത്തിന്റെ മുകളിൽ ഇത്തരത്തിലൊരു പ്രവർത്തനം സംഘടിപ്പിക്കുമ്പോൾ അതിന് പ്രവാസികളുടെ തന്നെ ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചുകൊണ്ട് ഉള്ള ഇടപെടൽ സംഘടിപ്പിച്ചു എന്നുള്ളത് ഏറ്റവും പ്രയോജനകരമായിട്ടുള്ള സംഗതിയാണ്, മാതൃകാപരമായിട്ടുള്ള സംഗതിയാണ്. മുനിസിപ്പൽ ചെയർമാൻ KK ടോമി, നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PM മജീദ്, ജില്ലാ പഞ്ചായത്ത് അംഗം റഷീദ സലീം തുടങ്ങിയവർ പങ്കെടുത്തു. വിഷരഹിത പച്ചക്കറി എന്ന സർക്കാർ മുദ്രാവാക്യം ഏറ്റെടുത്തുകൊണ്ട് നാടിനു തന്നെ മാതൃകയാവുകയാണ് പ്രവാസി കൂട്ടായ്മ അംഗങ്ങൾ. കൈരളി ന്യൂസ്, കൊച്ചി.